ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർപി. ഞാൻ ഇന്ന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ എല്ലാവർക്കും പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. കാരണം ഇത് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യുന്ന, നമ്മൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ത്, ഹീ ഡോണ്ട് നോ, ഷീ ഡോണ്ട് നോ, ഫാദർ ഡോണ്ട് നോ എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഐ ഡോണ്ട് നോ എന്ന് കേട്ട് പറഞ്ഞ് അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് തോന്നുന്നത് കുട്ടികൾ ഹീ ഡോണ്ട് നോ എന്നൊക്കെ പറയുന്നതാണ് തോന്നുന്നത്. അത് ആൻസർ പേപ്പറിലൊക്കെ ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. പ്രൈമറി ഓക്സിലറി വെർബ്സ് ഉണ്ട്, മോഡൽ ഓക്സിലറി വെർബ്സ് ഉണ്ട്. മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത് വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് മോഡൽ ഓക്സിലറി വെർബ്സ്. അപ്പം ഈ മോഡൽ ഓക്സിലറി വെർബ്സിനെ നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യമില്ല. കാരണം എന്താ അറിയോ, സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ഓക്സിലറി വെർബ്സിന്റെ കാര്യത്തിൽ നോക്കണ്ട. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് വെക്കാം. പിന്നെ നമ്മളെ കയ്യിലുള്ളത് പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ്. പ്രൈമറി ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ആം, ഈസ്, വോസ്, ആർ, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇതാണ് പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഓക്സിലറി വെർബ്സ് കൃത്യമായിട്ട് നമ്മൾ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിനകത്തുള്ള ആമിനെ നമുക്ക് വേണ്ട. കാരണം എന്താണ്, ആം ഐൻ്റെ കൂടെ മാത്രമേ വരുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഡു ഡസിന്റെ പാസ്റ്റ് ആണ് ഡിഡ് എന്ന് പറയുന്നത്. ഡിഡിനെയും നമുക്ക് വേണ്ട, കാരണം സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും നമുക്ക് ഡിഡ് വെക്കാം. അതുപോലെ തന്നെ ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ആണ് ഹാഡ്. ഹാഡിനെയും നമുക്ക് വേണ്ട, കാരണം ഹാഡ് നമുക്ക് സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണ് വെക്കാം. ഇനി ബാക്കി ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ഈസ് ഉണ്ട്, വോസ് ഉണ്ട്, ആർ ഉണ്ട്, വേർ ഉണ്ട്, അതുപോലെ തന്നെ ഹാസും ഹാവും ഉണ്ട്, അതുപോലെ തന്നെ ഡൂ, ഡെസ്സും ഉണ്ട്. ഇവരാണ് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. നമുക്കറിയാം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്, എസ് ഫോം ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലെസൺ ഇത്രയേ ഉള്ളൂ. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ, സിംഗിൾ. നിങ്ങൾ ആലോചിച്ചാൽ മതി, സിംഗുലർ, സിംഗിൾ, ഒന്ന് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ആ സിംഗുലർ, സിംഗിൾ, സൗണ്ട് നോക്കിയാൽ മതി. ഈ ബാക്കിയുള്ള ഈ ഓക്സിലറി വെർബ്സിൽ ഏതിലൊക്കെയാണ് ആ സൗണ്ട് വരുന്നത് നോക്കിയേ. ഇതൊരു നിയമം എന്നല്ല കേട്ടോ, ഇതൊരു ടിപ്പാണ് ഇംഗ്ലീഷിലെ. ഈ സൗണ്ട് ഏതിലൊക്കെ വരുന്ന നോക്കൂ. ഈസിൽ സി ഇല്ലേ, അതേപോലെ തന്നെ ബോസിൽ ഒരു സി ഇല്ലേ, അതിന്റെ അവസാനത്തിൽ സി എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ഹാസിലില്ലേ, ഡെസിലില്ലേ. അപ്പൊ ഇതിനൊക്കെ എൻഡ് ചെയ്യുന്നത് സ് എന്ന് പറഞ്ഞ സൗണ്ടിലാണെന്ത്, അത് നമുക്ക് സിംഗുലറുമായിട്ട് കണക്ട് ചെയ്തുകൂടെ. അപ്പൊ ഇതൊക്കെയാണ് സിംഗുലർ ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞത്. ഇൻ ദ സെൻസ് ഓഫ് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ വെക്കേണ്ട സിംഗുലർ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത് ഈസ് ആണ്, ബോസ് ആണ്, ഡെസ് ആണ്, ഹാസ് ആണ്. ഇതിന്റെ കൂടെ ഒക്കെ സിംഗുലറിന്റെ സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ എവിടെയാ വരിക, പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ് വരിക. ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, നമ്മുടെ ഈ ആറ്, വേറ്, അതുപോലെ തന്നെ ഹാവ്, ഡു, ഇതൊക്കെ വരുന്നത് എവിടെയാണ്, പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഏതാണ് പ്ലൂറൽ സബ്ജക്ട്സ്? എല്ലാ എസ് ഫോംസ് ഉള്ള നൗൺസ് ഒക്കെ എന്താണ്, പ്ലൂറൽസ് ആണ്. ബോയ്സ്, ഗേൾസ് എന്നൊക്കെ പറയുന്ന പോലെ ഓക്കെ, ഇതൊക്കെ എന്താണ്, പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ പണ്ടാരോ ഞാനൊക്കെ എവിടെയോ പാട്ട് കേട്ട് പഠിച്ചില്ല, അയ്യോ ദേവി എന്നുള്ളത്. അയ്യോ ദേവി എന്ന് നമ്മൾ വിളിക്കില്ലേ, അതേപോലെ ഐ യു ദേവി എന്ന് പറയുന്നൊക്കെ എന്താണ്, പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അപ്പൊ ഇവരുടെ കൂടെയാണ് ആര് വരിക, നമ്മൾ ഈ പറയുന്ന ഈ ഡൂവും ഈ ഹാവും ആറും വേറൊക്കെ ഈ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ വരിക. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലായില്ലേ? അതുപോലെ ഒരു ചെറിയൊരു ടിപ്പും കൂടി ഇതിന്റെ കൂടെ ഞാൻ തരാം. നമ്മൾ എപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ പറയുന്ന ഡെസിന്റെ, അതായത് സിംഗുലർ സബ്ജക്ട്സ് വരുമ്പം വേർബിന്റെ കൂടെ എസ് ഫോം ഉണ്ടാവുന്നതാണ് നമ്മൾ എപ്പോഴും പറയാറ്. അത് എസ് ഫോം അല്ല സത്യം പറയുകയാണെങ്കിൽ, ആ വേർബിന്റെ അകത്ത് ഡെസ് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും സത്യം പറയുകയാണെങ്കിൽ വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹി റൈറ്റ്സ് എന്ന് പറയുമ്പം റൈറ്റ് പ്ലസ് ഡെസ് ആണെന്ത് ഈ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വേർബിന്റെ ബേസ് ഫോമിലേക്ക് ഡെസ് കയറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും അതിനകത്താണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാനോ നെഗറ്റീവ് ആക്കാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ റൈറ്റിനകത്ത് നിന്ന്, ഈ റൈറ്റ്സ് എന്ന് പറഞ്ഞതിനകത്ത് ഈ വേർബിനകത്ത് നമ്മൾ ആ ഡെസിന് എടുക്കേണ്ടി വരും. അത് എടുത്താൽ പിന്നെ അവിടെ റൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കുക, എന്ത്, ഹി ഡസന്റ് റൈറ്റ്. കാരണം എന്താണ്, നമ്മളത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഡെസിനെ പുറത്തേക്ക് എടുത്തു. ഡെസിനെ പുറത്തേക്ക് എടുത്താൽ റൈറ്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ എപ്പോഴും നോക്കുക, ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത് വേർബിനകത്താണ് ഉണ്ടാവുക. ബാക്കി എല്ലാ ഓക്സിലറി വേർബ്സിനെയും നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെയും വേർബിന്റെയും ഇടയിൽ മിഡിലായിട്ട് നിന്ന് കാണാൻ പറ്റും. പക്ഷെ ഡു ഡെസിനെ കാണാൻ പറ്റില്ല. കാരണം ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത് വേർബിന്റെ അകത്താണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ അതേ നിയമം തന്നെയാണ് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ഡിഡിന്റെ കാര്യത്തിലും. വെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഗോ പ്ലസ് ഡിഡ് ആണ് വെന്റ് എന്ന് പറയുന്നത്. വെന്റിന്റെ അകത്ത് നമ്മൾ പിന്നെ ഡിഡിന് എടുത്താൽ പിന്നെ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു നിയമം എപ്പോഴും കീപ്പ് ഇൻ മൈൻഡ്. അപ്പൊ ഡസ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഹി ഡസന്റ് നോ, ഷീ ഡസന്റ് നോ, ഫാദർ ഡസന്റ് നോ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം ഫാദർ, ഷീ, ഹി എന്നൊക്കെ പറയുമ്പം ഇനി ഡോണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് നോ കൂടി ചേരുമ്പോഴാണ് ഇതിങ്ങനെ മിസ്റ്റേക്സ് വരുന്നത്. അപ്പം നിങ്ങൾ ഇത് കൃത്യമായിട്ട് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഒന്ന് ആലോചിച്ചാൽ മതി. ഹി ഡസന്റ് നോ, ഷീ ഡസന്റ് നോ, ഫാദർ ഡസന്റ് നോ. ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പൊ കൂടെ പിടിക്കോ, ഞാൻ നിങ്ങളെ സ്വന്തം